നമസ്കാരം, വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മിഥുൻ പോഡ്കാസ്റ്റ് ഷോ. കേരളത്തിലെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള മാർട്ടി സാമുവൽ സാറാണ് ഇന്ന് എൻ്റെ പോഡ്കാസ്റ്റിലുള്ളത്. ലെറ്റ് ഡിസ്കസ് അബൌട്ട് ജിയോ പൊളിറ്റിക്കൽ. ഈ മാസം ലോകത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിലും നടക്കുന്ന ജിയോ പൊളിറ്റിക്കലിൽ നടക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. വെൽക്കം ടു മൈ ഷോ അഗെയിൻ. താങ്ക് യു ഫോർ മൈ ഷോ സർ. താങ്ക് യു സാർ. ഇത് ഒരു ഫയർ പ്ലേസ്, ഈ ഫയർ പ്ലേസ് കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഫേമസ് ആയി മൊത്തം അമേരിക്കയിൽ. അതായത് ബൈഡനും ട്രംപും കൂടി ബൈഡന്റെ സഖ്യം പരാജയപ്പെട്ടു. ട്രംപ് 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. ബൈഡൻ വാസ് എക്സ്ട്രീംലി ഹാപ്പി. പതിൽ കവിഞ്ഞ് ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടായിരുന്നു? താങ്ക് യു ഫോർ മൈ ഷോ. എല്ലാം ഒരു രീതിയിൽ ആ രീതിയിൽ പോകണമല്ലോ. അതെ അതെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ മീഡിയയിൽ വരുന്നൊരു വാർത്തയുണ്ട്. അത് മിഥുൻ ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ബൈഡൻ ഇതേപോലെ ഒരു ചിരിച്ച ഒരു സന്ദർഭം അമേരിക്കൻ മീഡിയ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു, അമേരിക്കൻ മീഡിയ പറഞ്ഞ പോലെ തോന്നുന്നു, ഈ ബൈഡൻ പേഴ്സണലായിട്ട് വോട്ട് ചെയ്തേക്ക് ട്രംപിന്. പോസിബിലിറ്റീസ് വി കനോട്ട് ഇവൻ റൂൾഡ്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, ഈ ബൈഡനും കമല ഹാരിസിനും ഡെമോക്രാറ്റ്സിനും വേണ്ടിയായിരുന്നു ഇവിടുത്തെ മീഡിയ മുഴുവനും ക്യാമ്പയിൻ ചെയ്തത്. ഓപ്പൺ ഫാക്ട്. പക്ഷേ ഈ ആദ്യത്തെ ഈ ട്രംപും കമലയായിട്ടുള്ള ഡിബേറ്റ് പോലും, കാരണം ട്രംപിന് മനസ്സിലായി ആ ഡിബേറ്റ് ഇനി ഫർദറായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സോ ഹി വുഡ് ബി ഹാൻഡിക്യാപ്ഡ്. അപ്പോൾ അയാൾ മാറിയിട്ട് മുഴുവനും പോഡ്കാസ്റ്റും ഈ പരിപാടികളൊക്കെ കൊടുത്ത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് കൺവെൻഷണൽ മീഡിയ അവോയ്ഡ് ചെയ്തു. ഇത്രയും മീഡിയ ഉണ്ട് അമേരിക്കയിൽ, പഴയതും പുതിയതുമായിട്ടൊക്കെ. പക്ഷെ ഫോക്സിന്റെ കൂടെ മാത്രമേ ട്രംപ് സഹകരിച്ചുള്ളൂ. അപ്പം ഇതൊരു റിയാലിറ്റിയാണ്. അപ്പം ഇതെല്ലാം അവഗണിച്ച്, അതല്ല അത് മനസ്സിലാക്കേണ്ടത്, ഇതിനെല്ലാം ഓവർകം ചെയ്ത് ട്രംപിന്റെ വിജയം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓസം. ഒരു കാരണവശാലും ഇത് ഇവിടെയുള്ള പല മീഡിയയും ഇവിടെയുള്ള പല ഇന്റലക്ച്വൽസും ഡെമോക്രാറ്റ്സിന് അനുകൂലമായിട്ട് പറഞ്ഞു കമല ജയിക്കും. അവർ ഓരോ ആംഗിൾ പറയുന്നു. കറുത്ത വർഗ്ഗക്കാർ ഇത്, എസ്പാനിച്ച് ഇത്, ഇത് ഇന്ത്യക്കാർ, ഇവരെ ചവറയില്ല. സിംഗ് സ്റ്റേറ്റ് ഇതുണ്ടാകും, ആ സ്റ്റേറ്റിൻ്റെ ഇത് ബേസിക്കലി നമ്മൾ ഇതിൻ്റെ മുഴുവൻ അരിത്തമെറ്റിക്, അതായത് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞത് മുഴുവനും പൊട്ടത്തരം. അതിനെയെല്ലാം ഓവർകം ചെയ്ത് ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്തോ. അതുകൊണ്ട് തന്നെയാണ് ബൈഡൻ ഇതേ ചിരിയും ഇതേ ഫയർബോളൊക്കെ നടത്തിയത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. കൺവെൻഷണൽ മീഡിയ, അതായത് അതിൻ്റെ ഈ പറയത്തില്ലയോ മരിക്കാൻ പോകുന്നു, ആ സൂചന കൂടിയാണ് ചിരി. അത് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപിനെ കാണുമ്പോൾ ബൈഡൻ ആ ചിരി ചിരിച്ചില്ലയോ, അതിൻ്റെ ഉദ്ദേശം ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടും മീഡിയയുടെയും ഇതെല്ലാം മാനുഫാക്ചേർഡ് ആണ്, ഫാബ്രിക്കേറ്റഡ് ആണ്, പിന്നെ തെളിയിക്കും. പക്ഷെ ഇത്രയും കിട്ടിയിട്ട് പോലും ട്രംപ് ഇത്രയും വലിയ ഭൂരിപക്ഷം, ലാൻഡ് സ്ലൈഡ് വിക്ടറി കിട്ടും. നാച്ചുറലി ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കൺവെൻഷണൽ മീഡിയ എന്ന് പറയുന്നത് റബിഷ് ആൻഡ് റെഡിക്കുലസ് ആൻഡ് ബേസ്ലെസ്. അതാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിൻസ് യു മെൻഷൻ ദ ട്രഡീഷണൽ മീഡിയ, ഈ ജൂൺ മുതൽ ട്രംപിന്റെ വാൻസിന്റെയും മെയിൻ ആയിട്ടുള്ളൊരു അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് റീച്ച് ഔട്ട് ടു മാക്സിമം പീപ്പിൾ. അവർ അതിന് തിരഞ്ഞെടുത്ത മീഡിയം എന്ന് പറയുന്നത് പോഡ്കാസ്റ്റേഴ്സ് ആയിരുന്നു. സ്റ്റഡീസ് പറയുന്നത് ഏകദേശം 50 മില്യൺ അമേരിക്കൻസിനോട് അവർ പോഡ്കാസ്റ്റ് കൂടെ മാത്രം റീച്ച് ഔട്ട് എന്ന് പറയുന്നത്. ജോ റോഗൻ വാസ് മോസ്റ്റ് ഫെമിലിയർ. മീഡിയ പറയുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് കമല ഡിഡ്, നെവർ വെന്റ് ഫോർ ദ ജോ റോഗൻ ഷോ, ലൈക്ക് വാട്ട് ഹിലറി ക്ലിന്റൺ ഡിഡ് 2016. വിസ്കോൺസിനിൽ അവർ പോയില്ല. ജോ റോഗനാണ് അമേരിക്കയിലൂടെ ഏറ്റവും വലിയൊരു പ്രചാരണം, ഇവിടുത്തെ ഒരു സംസാര വിഷയം. ജോ റോഗൻ ഷോയിൽ കമല പോയില്ല. ട്രംപിന്റെ ആക്ച്വലി 3 മണിക്കൂർ പോഡ്കാസ്റ്റാണ് ജോ റോഗൻ. ഈ ആക്ച്വലി മീഡിയ പറയുന്നത് മിഷിഗനിൽ അദ്ദേഹത്തിന് അന്ന് റാലി ഉണ്ടായിരുന്നു. ഈ ആക്ച്വലി കെപ്റ്റ് ഹിസ് ഫോളോവേഴ്സ് വെയിറ്റ് ജസ്റ്റ് ഫോർ ജോ റോഗൻ ഷോ. ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റുകൾ എത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു അമേരിക്കൻ പൊളിറ്റിക്സിൽ. ഇതിനോട് ഞാൻ വളരെ കൃത്യമായിട്ടങ്ങ് പറയാം. റിയാലിറ്റി ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഈ ന്യൂസ് ചാനൽ കാണാൻ താല്പര്യമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ് ഉണ്ട്. ഇപ്പൊ രാവിലെ നോർമലായിട്ട് മിഥുൻ അമേരിക്കയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നു. ഇപ്പം ഓഫീസിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്, അന്ന് ട്രാഫിക് ഉണ്ട് നാച്ചുറലായിട്ട്.
ഏകദേശം 1.5 മണിക്കൂറെത്തും ഓഫീസിലെത്താൻ വേണ്ടി. അപ്പൊ രാവിലെ പെട്ടെന്നൊരു ന്യൂസ് കാണുന്നു, ഇതൊന്നും നമ്മൾ ആലോചിക്കാറ് എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിട്ട് പെർഫോം ചെയ്യുക, ബോസ് എങ്ങനെ ചെയ്യുന്നു, അവരെങ്ങനെ ചെയ്യുന്നു, മീറ്റിംഗ്, ഹൺഡ്രഡ്സ് ഓഫ് ഇഷ്യൂസ്, ഫാമിലി എങ്ങനെ ട്രീറ്റ് ചെയ്യണം, കൊച്ചിനെ എങ്ങനെ കൊണ്ട്, ഇതൊക്കെ തലയ്ക്കകത്ത് കണ്ടു. ആ സമയത്ത് ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ കാറിലിരുന്ന് ഈ പോഡ്കാസ്റ്റ് കേൾക്കാൻ പറ്റും. അതായത് മനസ്സിലാക്കേണ്ടത്, പിന്നെ തിരിച്ചു വരുമ്പോഴും വീണ്ടും ഒരു 2 മണിക്കൂർ, ഏകദേശം 2-3 മണിക്കൂർ അമേരിക്കൻസ് മാത്രമല്ല ഇന്ത്യക്കാരും ലോകത്തുള്ളവരെല്ലാം റോഡിലാണ് രാവിലെ വൈകിട്ട്. ഇവർക്ക് ടി വി കാണാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റും. അപ്പൊ ഇത് പണ്ട് നേരത്തെ മ്യൂസിക് കേട്ടോണ്ടിരുന്നത്, ഇപ്പം മുഴുവനും പോഡ്കാസ്റ്റിലോട്ട് പോയി. അതുകൊണ്ടാണ് ഓരോ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ റീച്ച് എന്ന് പറയുന്ന പ്രിസിഷൻ ബോംബിംഗ് എന്ന് പറയുന്ന പോലെ പ്രിസൈസ് ആണ്. കാരണം അവർക്ക് ഈ ചവറ് കാണാൻ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അവർക്കിപ്പം ഉക്രൈനിൽ ബോംബിട്ട കാര്യം താല്പര്യമൊന്നുമില്ല. അവർക്ക് മറ്റുള്ള താല്പര്യം, അവർക്ക് ആ താല്പര്യമുള്ളത് വിഷയങ്ങളുണ്ട്. അതിലോട്ട് അവർക്ക് ഈസി ആയിട്ട് പോയിട്ട് അവർക്കത് ഓൺ ചെയ്യുക, അവർക്ക് കേൾക്കും. ഈ പിക്ചർ ഒന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് എന്താണ് ഈ പറയുന്നത് അതിനെപ്പറ്റി അത് ശ്രദ്ധിക്കാൻ പറ്റും. അതനുസരിച്ച് അവർക്കൊരു തീരുമാനം. അപ്പൊ ഞാൻ നേരത്തെ മിഥുനോട് പറഞ്ഞു, അതായത് ന്യൂസ് വി ക്യാൻ യൂസ്. അതായത് ലോകം വലിയ രീതിയിലാണ്, ഫാസ്റ്റായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഗ്ലോബലായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഒരു സാധാരണ മനുഷ്യനിലോട്ട് പോവുകയാണ്. കാരണം അതിന് മാറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് ഇപ്പം ഗൾഫുകാർ അവരെന്ത് പ്രശ്നം, കുറച്ച് പേര് കുവൈറ്റിൽ നിന്ന് തിരിച്ചു വന്നു. ഇറാഖ് അവരെന്താ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇന്ന് ഗൾഫുകാർ പ്രശ്നമാണ്. കാരണം ഓയിലിൻ്റെ വില കൂടും, സാധനത്തിന് വില കൂടും. അതായത് ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ ലൈഫിൽ എസെൻഷ്യലായിട്ട് മാറി. ഇപ്പം മിഥുനിപ്പം വടക്കഞ്ചേരി മറ്റേ തൃശ്ശൂരുകാരന്, ഇപ്പൊ കൊല്ലത്ത് ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, അവിടെ ഒരു പള്ളിപ്പെരുന്നാൾ നടക്കുന്നു. മിഥുനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മറ്റേത് അറിഞ്ഞില്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, സാധനങ്ങൾ, അവർക്ക് വേണ്ടത് ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാരെ വേണം. അതാണ് ഈ സംഭവം. ഇപ്പം കൺവെൻഷൻ മീഡിയ, അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ഈ പറയുന്ന ഗ്ലോബൽ ന്യൂസ് ഇത്രയും മാത്രം ചെയ്ത് അവർക്ക് ചേർക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഫോർമാറ്റ് അങ്ങനല്ല. ഇനി ഫോർമാറ്റ് മാറ്റുവാണെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു വിഭാഗമുണ്ട്, അവർക്ക് ഈ പറയുന്ന നേറ്റിവിറ്റി ന്യൂസ് ആണ് കൂടുതൽ താല്പര്യം, ഈ അഡ്വർടൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഇത്രയും രൂപ അവർ കൂടുതൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, തീർച്ചയായിട്ടും അവർക്കുണ്ട്. അതിലോട്ട് ഇത് റീച്ച് ചെയ്യുന്നില്ല. ഏത് ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനൽ ഇതാണെങ്കിൽ ബൈയിങ് പവറും പർച്ചേസിങ് പവറും ഒക്കെ കറക്റ്റായിട്ട് റീച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് പൂർണ്ണമായിട്ട് ഡാറ്റ കിട്ടുക. ഇപ്പൊ എൻ്റെ നാട്ടിൽ പത്തനാപുരത്ത് ഇപ്പൊ ചായക്കടയിൽ ചായ കുടിക്കുന്ന തങ്കപ്പൻ കൂലിക്കാരനാണ്, അല്ലെങ്കിൽ റബ്ബർ വെട്ടുന്ന തൊഴിലാളിയാണ്. അയാൾ അത്രയേ ഉള്ളൂ, ലോവർ മിഡിൽ ക്ലാസ്. അയാളവിടെ പത്രം വായിച്ചിട്ട് അയാൾ ഏതായാലും ഈ മേഴ്സിഡസ് കാർ മേടിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? അപ്പൊ അയാളുടെ ഒരു ജീവിതശൈലി, അപ്പൊ അയാളുടെ അടുത്തോട്ട് ഈ അഡ്വർടൈസേഴ്സ് പോയിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് കൺവെൻഷണൽ മീഡിയ എന്ന് പറയുന്ന സാധനം അവരെല്ലാവർക്കും പോകുന്നു ജനറലായിട്ട്. പക്ഷേ എവിടെ പോകണം, ആരാണ് അവരുടെ ഓഡിയൻസ്, അതായത് ടാർഗറ്റ് ഓഡിയൻസ്, ഇതിനെ ബേസ് ചെയ്യുമ്പോൾ കൺവെൻഷണൽ മീഡിയ പരാജയം. അവിടെയാണ് ഡിജിറ്റൽ മീഡിയ കറക്റ്റായിട്ട്. ഇപ്പം ഞാൻ ഇവിടെ വിക്ടറിന്റെ വീട്ടിൽ വന്നിട്ട്, അപ്പം എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ, 2 ഫോണുണ്ട്, ഞാനൊന്ന് തുമ്മലുണ്ടായി. അപ്പം എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് തുമ്മൽ. ഞാൻ 1-2 മെഡിസിനൊക്കെ കഴിച്ചു. അപ്പം പെട്ടെന്ന് ആൻഡ്രോയിഡ് ഫോൺ അത് റീച്ച് ചെയ്തിട്ട് പറയുക, എനിക്ക് അലർജിയുടെ പ്രശ്നമാണ്, അതുകൊണ്ട് ഈ മരുന്ന് കഴിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇറ്റ്സ് ഷോക്കിംഗ് ആക്ച്വലി. അപ്പോൾ ഉടൻ തന്നെ ഞാൻ വിക്ടറിനോട് പറഞ്ഞു, വിക്ടർ എനിക്ക് ഈ സിട്രൺ എന്ന് പറഞ്ഞ ഈ സാധനം എനിക്ക്, അതാണ് എൻ്റെ സ്നീസിങ്ങിന്റെ കാര്യം. ഉടൻ തന്നെ വിക്ടർ ഈ സാധനം എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഇതാണ് ഗ്ലോബൽ ആയിട്ടുള്ള ചേഞ്ച്. ഇത് കൺവെൻഷണൽ മീഡിയക്ക് മനസ്സിലാകുന്നില്ല, ചേഞ്ച് മനസ്സിലാവുന്നില്ല. അവിടെയാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ വലിയ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് BBC. കഴിഞ്ഞിടയ്ക്ക് BBC 700 മില്യന്റെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് പൗണ്ട്സിന്റെ കംപ്ലീറ്റ് ആയിട്ട് മാൻ പവറിനെ കട്ട് ചെയ്തു, പ്രൊഡക്ഷൻ കട്ട് ചെയ്തു. ഇപ്പൊ പണ്ട് BBCയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഹൈ ആണ്,
അത് മുഴുവനും മാറ്റി. കാരണം അവർക്കും പിടികിട്ടി ഈ രീതി അവരൊന്നും അല്ലാതായി. ഇതെല്ലാം കൺവെൻഷണൽ മീഡിയയെ ബാധിക്കുന്നുണ്ട്. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഡിജിറ്റൽ റവല്യൂഷൻ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ പറയുന്ന കൺവെൻഷണൽ മീഡിയയ്ക്ക് പറ്റില്ല. ഇത് മാക്സിമം കൂടിപ്പോയ 3-4 വർഷം, അത് 3-4 വർഷം ഇത് അടച്ചങ്ങ് പൂട്ടിപ്പോകും. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സോ സിൻസിലം അതിനെ കൂട്ടി വായിക്കാനായിട്ട് ടൈം മാഗസിൻ നമുക്ക് എല്ലാവർക്കും, ഞാൻ ഇന്ത്യയിൽ ഇവിടെ വന്ന് ഇന്ത്യയിൽ വായിക്കുന്ന ഒരു മാഗസിനാണ് ടൈം മാഗസിൻ. അതിൻ്റെ ഓണറും സെയിൽഫോഴ്സിൻ്റെ ഫൗണ്ടർ മാർക്ക് ബെനിയോഫ് 190 million വാങ്ങിച്ചൊരു ടൈം മാഗസിനാണ് 2019 or something. അതിന്ന് 150 million ഈസ് പുട്ട് ഓൺ സെയിൽ. അപ്പം നമ്മൾ സെയിം ചോദ്യം, CNN, ടൈം മാഗസിൻ, BBC എത്ര കാലം മുന്നോട്ട് പോകും? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ പണ്ട് പോലെ ന്യൂയോർക്ക് ടൈംസ് വായിക്കുന്നുണ്ട്, വാഷിങ്ടൺ പോസ്റ്റ് വായിക്കുന്ന പത്രങ്ങൾ, ലോസ് ഏഞ്ചലസ് ടൈംസ്, USA പോസ്റ്റ് ഒക്കെ പറഞ്ഞ ഒത്തിരി പത്രങ്ങൾ വായിക്കുന്നുണ്ട്. ഇവരൊന്നും ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് അല്ല. ഇവർ ആ റിപ്പോർട്ട് എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിശകലനമാണ് നടത്തുന്നത്. ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടിംഗ് സീറോ ആണ്. അതിനെ എടുത്തു വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്? കാരണം ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടിംഗ് ചാനലുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ ഫർദർ അടുത്ത ദിവസം രാവിലെ ഈ പത്രം ഇറങ്ങാൻ നേരത്ത് ഇവർക്ക് എന്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇതാണ് സംഭവം. അതുപോലെ ടൈം മാഗസിൻ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ന്യൂസ് വീക്ക് നിർത്തി, അതുപോലെ ഡെയിലി ബീസ്റ്റ് വെബ്സൈറ്റ് തുടങ്ങി. ഇവരെല്ലാം ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഇവർക്കെല്ലാം പിടികിട്ടി ഇതൊരു ഒരാൾ ഇപ്പം അമേരിക്കയിൽ, നമ്മളുണ്ട് ഇപ്പം അമേരിക്കയിൽ, ഇവിടെ ഇപ്പം ഗ്രോസറി സ്റ്റോറിലൊക്കെ ഫ്രീ ആയിട്ടല്ലേ പത്രം കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വായിക്കാൻ ആളുകളില്ല. പരസ്യം കൊണ്ട് മാത്രമേ അവർ ജീവിക്കണം. പരസ്യം കിട്ടിയതുകൊണ്ട് കാരണം പരസ്യം കൊടുക്കുന്നവർക്ക് അറിയാം. കാരണം ഞാനിപ്പോ എന്റെ ഒരു പ്രോഡക്റ്റ് പരസ്യം കൊടുക്കുമ്പോൾ അതിന്റെ റീച്ച് മാറ്റർ ചെയ്യും. ഇതെവിടെ റീച്ച് ഇല്ല. അതിനേക്കാൾ സിമ്പിൾ ആണ് ഡിജിറ്റൽ മീഡിയ കൊടുത്ത് അവന് എക്സാക്ട് കാൽക്കുലേഷൻ കിട്ടും. മനസ്സിലായാലും കറക്റ്റ് ഓഡിയൻസിന്റെ പോവുക. പിന്നെ അതിൽ കൂടുതൽ എന്ത് വേണം? അതുകൊണ്ട് ഈ കൺവെൻഷൻ മീഡിയ ചത്തുപോകും. പണ്ട് നമ്മുടെ VCR നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് CD ആയി, DVD ആയി. ഇപ്പം ആർക്കും ഒന്നും വേണ്ട. എവരിതിങ് ഈസ് അവൈലബിൾ ഓൺലൈൻ. അതേപോലെ തന്നെയാണ് ഈ മീഡിയ പൂർണ്ണമായിട്ട് ചത്തുപോകും. അതേപോലെ കേരളത്തിലുള്ള മനോരമ, അതിൻ്റെ 5-6 വർഷം ആയുസേ ഉള്ളൂ. കാരണം അവർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ടെലിവിഷൻ മീഡിയ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എവിടെ പിടിച്ചിരിക്കാൻ പറ്റും? പിന്നെ മറ്റൊരു പോയിന്റ്, കേരളത്തിലുള്ള ടെലിവിഷൻ മീഡിയ ഞാൻ അറിഞ്ഞിടത്തോളം, ഇന്ത്യയിലുള്ള ടെലിവിഷൻ മീഡിയ ഇവരുടെ മേജർ റവന്യൂ അഡ്വർടൈസേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ്. കാരണം ഇവര് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ആ റവന്യൂ കൊണ്ടാണ് ഇവര് സർവൈവ് ചെയ്ത് സാലറി കൊടുക്കുന്നത്. കാരണം അഡ്വർടൈസേഴ്സിന് അത്ര പണം കൊടുക്കാൻ പറ്റത്തില്ല. എവിടൊക്കെ റീച്ച് പോകുന്നു അവിടൊക്കെ പോയിട്ട് ഇവർക്ക് അത് എൻകാഷ് ചെയ്യാൻ, കാരണം യൂട്യൂബിനെ കൊണ്ട് ഡിജിറ്റൽ മീഡിയ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഇപ്പം അതോടൊപ്പം തന്നെ ലെറ്റ്സ് കം ബാക്ക് ടു ഇന്ത്യ ബോർഡ്. ഇന്ത്യയിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, ബിഗ് ലോക്സഭ ഇലക്ഷൻ 2029 ഒരു പക്ഷേ, ഹു നോസ്, നെവർ നോ അബൌട്ട്. ഇവിടുത്തെ ഒരു വലിയ ട്രെൻഡ് സെറ്റ് ചെയ്തു ട്രംപ്. ആക്ച്വലി reach out through podcasts, like he was continuously അദ്ദേഹം ക്യാമ്പയിനിങ് ബില്യൺ സ്പെൻഡ് ചെയ്തു, ബട്ട് he was always on digital media. 2029 can we expect this? I don't know who's going to be. ഞാൻ ഒരു കാര്യം പറയാം. Okay. ഇപ്പം 2026 കേരളത്തിൽ ഇലക്ഷൻ. Okay. മേക്ക് ഇറ്റ് ക്ലിയർ. മുനമ്പം ഇഷ്യൂ എടുക്കുക. കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ റിപ്പോർട്ട് ചെയ്തില്ല. നമ്മുടെ വിക്ടറാണ്, ഞാൻ വിക്ടറാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം പിന്നീട് എന്നോട് പറയുന്നു, പിന്നെ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തു. സിമ്പിൾ യൂട്യൂബ്. അപ്പൊ എക്സാക്റ്റ് ആയിട്ട് കാര്യം ചെയ്തിട്ട് മറ്റുള്ളവർ കയറി, കാരണം അതിൻ്റെ ഒരു ഭയങ്കര റീച്ച് ഉണ്ട്. പിന്നെ മറ്റുള്ള യൂട്യൂബ് ചാനലും കയറി ഇത് ഏറ്റെടുത്തു യഥാർത്ഥ ഇഷ്യൂ എന്താണെന്ന്. അതിനുശേഷം ഇപ്പം ഞാൻ അവിടെ ഉള്ള മുനമ്പത്തുള്ള പറഞ്ഞ് അറിയാൻ സാധിച്ചത്, മലയാളത്തിലെ മെയിൻ സ്ട്രീം ചാനലിൽ റിപ്പോർട്ട് ചെയ്ത് 2-3 പേര് അവിടെ ഹോട്ടലിൽ ക്യാമ്പ് ചെയ്യുക. കാരണം അവർക്കും പിടികിട്ടി ഒരു ഡിജിറ്റൽ മീഡിയയുടെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ സാറ്റലൈറ്റ് ചാനലിന് കഴിയത്തില്ല. ഇത് റിയാലിറ്റിയാണ്. ഇത് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സാറ്റലൈറ്റ് ചാനൽ വലിയ സീറോ ആയിട്ട് ഒരു വലിയൊരു ടീമിനെ വെച്ച് 100-200 പേരെയും കൊണ്ട് അപ്ലോഡിങ് ഡൗൺലോഡിങ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഇതേപോലെ ഡിസ്ട്രിബ്യൂഷൻ നോൺസെൻസ് അതൊക്കെ പ്ലാറ്റ്ഫോം മാറി. ഇപ്പം
ഇപ്പോൾ അവരിപ്പം ടെലികാസ്റ്റ് ചെയ്യുന്ന സംഭവം, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സാധനം, മിഥുൻ ആ സമയത്ത് കാണും. Absolutely ഇല്ല. നമ്മൾ പല തിരക്കിലായിരിക്കും, നമുക്ക് കാണില്ല. പക്ഷെ മിഥുനൊരു സമയം എടുത്ത് കാണണമെങ്കിൽ യു ഹാവ് ടു ഗോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, യു ക്യാൻ വാച്ച് ഇറ്റ് ഓൺ ഡിമാൻഡ്. അതുമല്ല, ഇവർക്ക് ജനറൽ ആയിട്ട് മിഥുന് താല്പര്യമുണ്ടോ? അവിടെ കന്യാകുമാരിലെ ട്രിവാൻഡ്രത്ത് പിണറായി വിജയൻ ഉദ്ഘാടനം യു ഡോണ്ട് എന്ന് ഇൻട്രസ്റ്റ് ആവുള്ളത് പ്രിസൈസ് ആണ്. ഇന്ന സാധനം കാണുക, അതാണ് വാല്യൂ അഡീഷൻ, അതാണ് ഐ ക്യാൻ യൂസ് ഇറ്റ്, ഇതാണ് സിമ്പിൾ. അല്ലെങ്കിലും മറ്റേ വയനാട് ദുരന്തം പോലെ സംഭവം ഉണ്ടാവും. കംപ്ലീറ്റ് ഷിഫ്റ്റ്, പ്രാക്ടിക്കൽ ഷിഫ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഷിഫ്റ്റ് മനസ്സിലാക്കിയില്ല എങ്കിൽ യു ആർ കംപ്ലീറ്റ്ലി ഔട്ട്. ഇപ്പം അവസാനം ചോദ്യം സാർ, അതായത് നമ്മുടെ യുവാക്കളുടെ പ്രാധാന്യം ഈ ഇലക്ഷന്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലും, കാരണം ഇന്ത്യയിൽ വളരെ കുറവാണ്, ടു ബി വെരി ഫ്രാങ്ക്. ഇവിടെ അമേരിക്കയിലും ടു ബി വെരി ഫ്രാങ്ക് 2020 they were like behind it. അത് മനസ്സിലാക്കി റിപ്പബ്ലിക്കൻസ് വൈസ്ലി യൂസ്ഡ് ഇറ്റ്. അതുകൊണ്ട് അവർ ഈ പ്ലാറ്റ്ഫോമിന് യൂസ് ചെയ്തത്. എങ്ങനെയായിരിക്കാം ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഒരു പക്ഷേ നെക്സ്റ്റ് വരാൻ പോകുന്ന ഇലക്ഷൻസ്, എന്ത് ഇലക്ഷൻ ആയിക്കോട്ടെ, ഹൗ ഇറ്റ് ക്യാൻ ബി ഇമ്പാക്ട് അവരുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്? യൂസിന് ഈ പറയുന്ന കൺവെൻഷണൽ മീഡിയയോട് 1% പോലും താല്പര്യമില്ല. കാരണം ഒരു ന്യൂ ജനറേഷനാണ്. അവർക്ക് താല്പര്യമുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയാണ്, അവരുടെ ഫ്യൂച്ചറാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആര് പറയുന്നു, they will shift on to that. Let's make it clear. അതേപോലെ അവർക്ക് എന്താണ്, 2 രീതിയിലുള്ള യൂസ് ആണ് ഗ്ലോബലി ഉള്ളത്. ഒന്ന് ആംഗ്രി, ആസ്പിറേഷൻ. ഇത് 2 കൺവെൻഷൻ മീഡിയക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർ നോക്കുന്ന അവരുടെ ഫ്യൂച്ചറാണ്. ഈ ഫ്യൂച്ചറുമായിട്ടും ഈ ആസ്പിറേഷൻ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ അവർക്ക് താല്പര്യമുള്ള ടോപ്പിക്ക് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ഡിജിറ്റൽ മീഡിയ ഔട്ടാവും. അവർക്ക് ടെക്നോളജിയെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് പുതിയ ലോകത്ത് വരുന്നത്. അതുകൊണ്ടാണ് എലോൺ മസ്ക് സ്റ്റാർ ആയത്. കാരണം മസ്ക് എന്തുകൊണ്ടാണ് സ്റ്റാർ ആയത്? ബിക്കോസ് അയാൾ ഓരോന്ന് കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയാ. മനസ്സിലാവും. ഇപ്പൊ പഴയ പോലെ മറ്റേ ബിൽ ഗേറ്റ്സോ സുന്ദർ പിച്ചോ ഒന്നുമല്ല സ്റ്റാർ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്റ്റാർ എലോൺ മസ്കും ഈ പറയുന്ന സാം ആൾട്ട്മാനുമാണ്. മറ്റവരൊക്കെ പാസ്റ്റായി. അപ്പൊ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ യു ആർ ഓൾസോ ഗോയിങ് ടു. ഇതാണ് ടെക്നോളജി വേൾഡില് പുതിയ ജനറേഷന് അവർക്ക് അനുകൂലമായ, അവർക്ക് വേണ്ടിയുള്ള സാധനം അത് എത്രമാത്രം ഫീഡ് ചെയ്യാൻ പറ്റുന്ന, കാറ്റർ ചെയ്യാൻ പറ്റുന്ന, അതിനെ ബേസ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ അതായത് ജനറേഷൻസ് മനസ്സിലാക്കി തുടങ്ങി, കാരണം എന്താണ് എക്സാക്ട്ലി നടക്കുന്നത്. കാരണം ഇപ്പം എന്ത് പ്ലാറ്റ്ഫോം എടുത്താൽ പോലും നമ്മൾ റെഡിറ്റ് ആയി പോലും യൂട്യൂബ് ആയാലും ലിങ്ക്ഡ്ഇൻ വടോ പ്ലാറ്റ്ഫോം അതെല്ലാം ആക്ച്വലി ഫേവറബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജനറേഷൻ അവരുടെ വോയിസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എനിവേ ഇറ്റ് വിൽ എക്സ്പ്രസ് നോ. Thank you for joining my talk show. Thank you, sir. Thank you very much. Thank you.